നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജലത്തിൽ ഉപ്പിന്റെ അംശം കൂടിയതോടെ കാസർഗോഡ് നഗരത്തിൽ ജലവിതരണം നിർത്തിവെച്ചു. 1.5 ലക്ഷത്തോളം ആളുകൾ ആശങ്കയിൽ. മഴക്കാലം എത്തും വരെ സ്ഥിതി തുടരുമെന്ന് അധികൃതരുടെ അറിയിപ്പ്. ജില്ലയിൽ കഞ്ചാവ് റാക്കറ്റുകൾ പെരുകുന്നു. കാസർഗോഡ് നഗരത്തിൽ 4.5 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടി. ആദൂരിൽ 6 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ കൊട്ടാരക്കര സ്വദേശികളായ 2 പേർ കൂടി പോലീസ് പിടിയിൽ. കേരള കർണാടക അതിർത്തിയിൽ ബൈക്കിലെത്തിയ മുഖമൂടി സംഘം പട്ടാപ്പകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വെട്ടിക്കൊലപ്പെടുത്തി. മരണപ്പെട്ടത് ബായാറിനടുത്തെ കറുവപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബന്തെടുക്ക സുമംഗലി ജ്വല്ലറിയിൽ വൻ കവർച്ച. പ്രതികൾ കവർച്ച നടത്തിയത് ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുരന്ന്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പനത്തടി പഞ്ചായത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതൻ ജിൻസ് മാത്യുവിന്റെ മരണം ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമാണെന്ന് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. 28 നൃത്തകലകളെ കോർത്തിണക്കി രാവണീശ്വരത്ത് മഹായാത്രയ്ക്ക് അരങ്ങൊരുങ്ങുന്നു. നാട്യരൂപങ്ങളുടെ മേളനം സംഘടിപ്പിക്കുന്നത് രാവണീശ്വരം സെൻട്രൽ യൂത്ത് ക്ലബ്ബ്. വാർത്തകൾ വിശദമായി. ജലത്തിൽ ഉപ്പിന്റെ അംശം കൂടിയതോടെ കാസർഗോഡ് നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും ജല അതോറിറ്റി കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. ജല അതോറിറ്റിയുടെ കുടിവെള്ളത്തെ ആശ്രയിക്കുന്ന 1.5 ലക്ഷത്തോളം ആളുകൾ ആശങ്കയിൽ. മഴക്കാലം എത്തും വരെ സ്ഥിതി തുടരുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ്. കാസർഗോഡ് നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലുമാണ് വ്യാഴാഴ്ച മുതൽ ജലവിതരണം നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങൾ കുടിവെള്ളത്തിനായി ഏറെ ആശ്രയിക്കുന്ന ബാവിക്കര തടയണയിൽ വെള്ളത്തിന്റെ ലഭ്യത കുറഞ്ഞതും ഉപ്പിന്റെ അംശം കൂടിയതുമാണ് ജലവിതരണം നിർത്തിവെക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വാദം. ജലവിതരണം മുടങ്ങുന്നതോടെ നഗരസഭയിലും ചെങ്കള, മധൂർ, മുളിയാർ പഞ്ചായത്തുകളിലുമായി 7005 കണക്ഷനിൽ വിതരണം മുടങ്ങും. മഴ വരുന്നതുവരെ വിതരണം നിർത്തിവെക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് അധികൃതർ പറയുന്നത്. നമ്മുടെ ഉപ്പിൻ്റെ അംശം 1000 mg/ലിറ്റർ, അതാണ് അനുവദനീയമായ പരിധി. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ 1000 mg/ലിറ്റർ വരെയുള്ള അളവിലുള്ള വെള്ളം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കുടിവെള്ളത്തിന് വേണ്ടി. അതിനപ്പുറം ആയതുകൊണ്ടാണ് ഇന്നലെ ഉച്ച മുതൽ പമ്പിങ് നിർത്തിയത്. കാസർഗോഡ് എല്ലാ വേനലിലും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ഉപ്പുവെള്ളം കയറുന്നത്. ബാവിക്കര സ്ഥിരം തടയണ വരാത്തിടത്തോളം കാലം ഈ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. പിന്നെ ഒരു പരിധിവരെ നമ്മൾ പിടിച്ചേക്കുന്നത് നമ്മുടെ സ്ഥിരം ടെമ്പററി ഫണ്ട്, താൽക്കാലിക തടയണ കെട്ടിയിട്ടാണ് പിടിച്ചേക്കുന്നത്. ഈ പ്രാവശ്യം വരൾച്ച വളരെ രൂക്ഷമായതുകൊണ്ട് പുഴയിൽ വെള്ളം തന്നെ പറ്റി. താൽക്കാലിക സംവിധാനം ചെയ്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗത്തായിട്ട് 43 കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വാട്ടർ അതോറിറ്റി കഴിഞ്ഞ വർഷം ഇതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പല ഭാഗത്തായിട്ട് 70ഓളം കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കിയോസ്കുകൾ വാട്ടർ അതോറിറ്റി കയ്യിലുണ്ട്. അതിപ്പോൾ 43 ഇപ്പോൾ ഇന്നത്തോടകം 43 പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഡിമാൻഡ് വരുന്നതിനനുസരിച്ച് അത് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്ഥാപിച്ചു കൊടുക്കും. അതിലേക്ക് വെള്ളം നിറക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടാങ്കർ ലോറി വഴിയാണ് അതിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടന്നു. ഇന്നലെ പോലെ വെള്ളം നിറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ 43 ഇപ്പം വെള്ളം നിറച്ച് ആൾക്കാർ അത്യാവശ്യ ഉപയോഗത്തിന് വേണ്ടി, അത്യാവശ്യ ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേനൽച്ചൂട് വർദ്ധിച്ച ഘട്ടത്തിൽ കുടിവെള്ളവും മുടങ്ങുന്നത് ജല അതോറിറ്റിക്ക് കീഴിലുള്ള 1.5 ലക്ഷത്തോളം ആളുകളെയാണ് ബാധിക്കുക. കാലങ്ങളായി ബാവിക്കരയിൽ സ്ഥാപിക്കുന്ന താൽക്കാലിക തടയണ തന്നെയാണ് ജലസംഭരണിയുടെ എക്കാലത്തെയും ദോഷം. മണൽ ചാക്കുകെട്ടുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്ന ഉപ്പുവെള്ളമാണ് കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൽ കലരുന്നത്. ജനങ്ങൾ ഉപ്പുവെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടും ബാവിക്കര തടയണ വിഷയത്തിൽ അനുകൂല നടപടികളൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ 1000 മില്ലിഗ്രാം ഉപ്പിന്റെ അംശമാണ് ജലത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് കുടിക്കാൻ തുടങ്ങിയാൽ ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥകൾ മനസ്സിലാക്കിയാണ് ജല അതോറിറ്റി ജലവിതരണം നിർത്തിവെച്ചത്. എന്നാൽ വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന വേളയിൽ ഏക ആശ്രയമായ ജലവിതരണവും മുടങ്ങുന്നത് ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ജില്ലയിൽ കഞ്ചാവ് റാക്കറ്റുകൾ പെരുകുന്നു. കാസർഗോഡ് നഗരത്തിൽ 4.5 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടി. അതേസമയം മാതൂരിൽ 6 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ കൊട്ടാരക്കര സ്വദേശികളായ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജമദ്യത്തിനു പുറമെയാണ് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലേക്കും വ്യാപകമായി കഞ്ചാവ് കടത്ത് സജീവമാകുന്നത്. 4.5 കിലോ കഞ്ചാവുമായി 2 പേരെ കൂടി വ്യാഴാഴ്ച പോലീസ് പിടികൂടി. നെല്ലിക്കട്ടയിലെ ഉനൈസ്, നീർച്ചാലിലെ മുസ്തഫ തുടങ്ങിയവരാണ് പോലീസിന്റെ പിടിയിലായത്. കാസർഗോഡ് CI അബ്ദുൾ റഹീമിൻ്റെയും വിദ്യാനഗർ CI ബാബു പെരിങ്ങോത്തിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ബസ് കാത്തുനിൽക്കെ പ്രതികളെ പിടികൂടിയത്.
പിടിയിലായ ഉനീസ് വിവിധ മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അതേസമയം ഏപ്രിൽ 6-ന് ആദൂരിൽ 6 കിലോ കഞ്ചാവ് പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിവൈഎസ്പി സുകുമാരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടാരക്കര സ്വദേശികളായ രാഹുൽനാഥിനെയും രാഹുലിനെയും പിടികൂടിയത്. ഇതോടെ ആദൂർ കഞ്ചാവ് വേട്ടക്കേസിൽ 5 പേരിൽ 4 പേരും അറസ്റ്റിലായി. ജില്ലയിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കൂടുതലായും പിടിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളും. കഞ്ചാവ് കടത്തിന് കർശനമായി തടയിടാൻ പോലീസ് വകുപ്പും എക്സൈസ് വകുപ്പും കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് KCN. കേരള കർണാടക അതിർത്തിയിൽ ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം പട്ടാപ്പകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വെട്ടിക്കൊലപ്പെടുത്തി. ബായാറിനടുത്തെ കറുവപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീലാണ് പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ വെട്ടേറ്റ് മരിച്ചത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേരള അതിർത്തിയിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ബൈക്കിലെത്തിയ മുഖംമൂടി സംഘം പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ബായാറിനടുത്തെ കറുവപ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ കറുവപ്പാടിയാണ് കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് സംഭവം. 2 ബൈക്കുകളിലായി എത്തിയ മുഖംമൂടി ധരിച്ച 4-അംഗ സംഘം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇരച്ചു കയറി ജലീലിനെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. വെട്ടേറ്റ് ഓഫീസ് മുറിക്കുള്ളിൽ വീണ ജലീലിനെ പഞ്ചായത്ത് ഓഫീസിലുണ്ടായവർ ദേർലക്കട്ട ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കോൺഗ്രസ് നേതാവാണ് കൊല്ലപ്പെട്ട അബ്ദുൾ ജലീൽ. കറുവപ്പാടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഉസ്മാൻ ഹാജിയുടെ മകനാണ് മലയാളി കൂടിയായ അബ്ദുൾ ജലീൽ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വിട്ല പോലീസ് അക്രമികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തി വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുമ്പള, ഉപ്പള, മഞ്ചേശ്വരം തുടങ്ങിയ മേഖലകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. ന്യൂസ് ഡെസ്ക് KCN. ബന്ദടക്ക ടൗണിൽ പ്രവർത്തിക്കുന്ന സുമംഗലി ജ്വല്ലറിയിൽ വൻ കവർച്ച. ജില്ലാ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ നേതാവ് അശോകന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർത്തുരന്നായിരുന്നു കവർച്ച. 6 മാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിലുള്ള കവർച്ച നടന്നിരുന്നു. വിവരമറിഞ്ഞ് DYSP MB സുകുമാരൻ, ആദൂർ CI CB തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. ബന്ദടുക്ക ടൗണിൽ പ്രവർത്തിക്കുന്ന സുമംഗലി ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കവർച്ച നടന്നത്. എന്നാൽ വ്യാഴാഴ്ച രാവിലെയോടെയാണ് കവർച്ച നടന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ജ്വല്ലറി കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ ചുമർ തുറന്ന് ലോക്കർ തകർത്തായിരുന്നു കവർച്ച. 1 കിലോയിലേറെ സ്വർണ്ണാഭരണങ്ങളും 4.5 കിലോ വെള്ളിയും നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക നിഗമനം. പോലീസ് വിരലടയാളങ്ങൾ ശേഖരിക്കുന്നതിനാൽ നഷ്ടത്തിന്റെ കണക്കെടുത്തിട്ടില്ല. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായ കുണ്ടംകുഴിയിലെ അശോകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സുമംഗലി ജ്വല്ലറി. പരിശോധന പൂർത്തിയായാൽ മാത്രമേ എന്തൊക്കെ നഷ്ടപ്പെട്ടുവെന്ന് കണക്കാക്കാനാകൂ. വിവരമറിഞ്ഞ DYSP MV സുകുമാരൻ, ആദൂർ CI CB തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പാണ് അശോകന്റെ ഉടമസ്ഥതയിൽ കുണ്ടംകുഴിയിൽ പ്രവർത്തിക്കുന്ന സുമംഗലി ജ്വല്ലറിയിൽ കവർച്ച നടന്നത്. അന്ന് ഷട്ടർ തകർത്ത് അകത്തു കടന്ന കവർച്ചക്കാർ 1/2 കിലോയോളം സ്വർണം 4.5 കിലോ വെള്ളിയുമാണ് കൈക്കലാക്കിയത്. ആദൂർ CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇടനിലക്കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഘം മറ്റെവിടെയെങ്കിലും കവർച്ച നടത്തിയേക്കാമെന്ന ആശങ്കയ്ക്കിടയിലാണ് അശോകന്റെ ഉടമസ്ഥയിലുള്ള 2ാമത്തെ ജ്വല്ലറിയിലും കവർച്ച നടത്തിയത്. കവർച്ചാ കേസിൽ ഊർജിതമായ അന്വേഷണം വേണമെന്നും നഷ്ടപ്പെട്ട ആഭരണങ്ങൾ കണ്ടെത്താൻ നടപടി വേണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ ട്രഷററും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCN. പനത്തടി പഞ്ചായത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതൻ ജിൻസ് മാത്യുവിന്റെ മരണം ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമാണെന്ന് കുടുംബാംഗങ്ങളും എൻഡോസൾഫാൻ ദുരിതബാധിത സംരക്ഷണ സമിതിയും ആരോപിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും ബന്ധുക്കളും സംരക്ഷണ സമിതി അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാർച്ച് 11-നാണ് പനത്തടി പഞ്ചായത്തിലെ KS മാത്യുവിന്റെ മകനും എൻഡോസൾഫാൻ ദുരിതബാധിതനുമായ ജിൻസ് മാത്യു മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടത്. രോഗം ബാധിച്ച ജിൻസ് മാത്യുവിനെ കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ആദ്യം പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിൽ വച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സർജറിയും നടത്തി. തുടർന്ന് ജിൻസ് മാത്യുവിൻ്റെ ആരോഗ്യസ്ഥിതി വഷളാക്കുകയും മംഗലാപുരത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ വെന്റിലേറ്ററിൽ വച്ച് ജിൻസ് മാത്യു മരണപ്പെടുകയായിരുന്നു. അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ കുട്ടിയെ ചികിത്സിച്ച കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കളും എൻഡോസൾഫാൻ ദുരിതബാധിത സംരക്ഷണ സമിതിയും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ജിൻസ് മാത്യുവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് ഒരു നിസ്സാര അസുഖത്തിൻ്റെ പേരിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയിട്ട് ഓപ്പറേഷന് വിധേയമാക്കുകയും അങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കൊലപാതക കുറ്റം തന്നെയാണ് ഡോക്ടർ ജയപ്രകാശും
അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ സാദിഖും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ 2 ഡോക്ടർമാരാണ്. ഈ 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും ഈ 2 ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതുപോലെ തന്നെ നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് നിയമ നടപടികൾ സ്വീകരിക്കണം. രക്ഷിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സഹായങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം കുടുംബാംഗങ്ങളും സംഘടനയും അനിശ്ചിതകാല സമര പരിപാടികൾ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സുഭാഷ് ചീമേനി, പ്രവീണ മാവുങ്കാൽ, കെ അശോകൻ, KS മാത്യു, രാജീവ് തോമസ്, MV രവീന്ദ്രൻ, ജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. മതേതരത്വവും സാംസ്കാരിക വൈവിധ്യവും അടയാളപ്പെടുത്തുന്ന 28 ഭാരതീയ നൃത്തകലകളുടെ അരങ്ങേറ്റമായ മഹായാത്ര എന്ന നാട്യരൂപങ്ങളുടെ മേളനത്തിന് രാമണീശ്വരത്ത് അരങ്ങൊരുങ്ങുന്നു. രാമണീശ്വരം സെൻട്രൽ യൂത്ത് ക്ലബിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മഹായാത്ര അരങ്ങേറുന്നത്. 250ഓളം നർത്തകിമാർ അരങ്ങിലെത്തുന്ന മഹായാത്രയിൽ ഭരതനാട്യം, കർണാടക കുന്നിത, ഒഡീസി, പഞ്ചാബി ജാഗോ, ഗുജറാത്തി ടിപ്പാനി, കഥക്, മണിപ്പൂരി, മോഹിനിയാട്ടം, ആസാമി, മണിപ്പൂരി ജഗോയ്, കുച്ചിപ്പുടി തുടങ്ങി 28 നൃത്തരൂപങ്ങളിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ നാടോടി നൃത്തങ്ങളും പുറമെ തെയ്യം, യക്ഷഗാനം എന്നിവയും അരങ്ങിലെത്തും. പ്രമുഖ നൃത്താധ്യാപകൻ ശ്രീരേഷ് രത്നാകരനാണ് മഹായാത്ര ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമ്മേളനമായി തുറന്ന വേദിയിൽ 2 മണിക്കൂർ നീളുന്ന മഹായാത്ര രാജ്യം നേരിടുന്ന തീവ്രവാദത്തിനും വർഗീയ ഫാസിസത്തിനുമെതിരെ ഐക്യപ്പെടേണ്ട സന്ദേശമാണ് നൽകുന്നത്. 250ഓളം നർത്തകിമാരും നർത്തകന്മാരുമാണ് അരങ്ങിലെത്തുന്നത്. ഒരുപക്ഷെ ഈ മേഖലയിൽ, ഈ ജില്ലയിൽ തന്നെ ഇത്രയേറെ നവ്യാനുഭൂതി പകരുന്ന കലാരൂപം മറ്റൊന്നുണ്ടായിരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 23-ന് രാമഗിരി ചിത്താരി സർവീസ് സഹകരണ ബാങ്ക് പരിസരത്തു നിന്നും ഘോഷയാത്രയോടെ പുറപ്പെടും. നിശ്ചല ദൃശ്യങ്ങൾ, മുത്തുക്കുടകൾ, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടക്കുന്ന ഘോഷയാത്ര രാവണീശ്വരം മാക്കിയിൽ ഒരുക്കുന്ന കെ മാധവേട്ടൻ നഗറിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കും. വിപ്ലവ ഗായിക PK മേദിനി മുഖ്യാതിഥിയായിരിക്കും. 50ാമത് സ്വാഗതഗാനം സെൻട്രൽ യൂത്ത് ക്ലബിനു വേണ്ടി ചിട്ടപ്പെടുത്തിയ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിനെ ചടങ്ങിൽ ആദരിക്കും. ഡിസംബർ 31-ന് ആഘോഷങ്ങൾ സമാപിക്കും. മഞ്ചേശ്വരത്ത് വ്യാഴാഴ്ച തുടർച്ചയായി 2 വാഹന അപകടങ്ങൾ. റോഡ് മുറിച്ചു കിടക്കവേ വയോധികനെ കാറിടിച്ച് സാരമായി പരിക്കേറ്റു. അതേസമയം പൊസോട്ട് പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിൽ പിക്കപ്പ് മരത്തിലിടിച്ച് ഭാഗികമായി തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിച്ച് വയോധികന് ഗുരുതര പരിക്ക്. പാവൂർ കെതുമ്പാടിക്ക് സമീപം മഞ്ചനാടിയിലെ മുഹമ്മദ് കുഞ്ഞിക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലായിരുന്നു സംഭവം. ജംഗ്ഷന് സമീപമുള്ള ക്യാൻറ്റീനിൽ നിന്ന് മടങ്ങവേ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കാറിടിക്കുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് ഇദ്ദേഹത്തെ ദേർലക്കട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കാഞ്ഞങ്ങാട്ട് നിന്നും മംഗലാപുരത്തേക്ക് മീനുമായി പോവുകയായിരുന്ന പിക്കപ്പ് നിയന്ത്രണം തെറ്റി മരത്തിലിടിച്ചു. വ്യാഴാഴ്ച രാവിലെ പൊസോട്ട് പെട്രോൾ പമ്പിന് സമീപം ദേശീയപാതയിലാണ് അപകടം നടന്നത്. പിക്കപ്പ് ഭാഗികമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലി മെയ് 25 മുതൽ 30 വരെ വയനാട് കൽപ്പറ്റ SKMG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. +2 യോഗ്യതയുള്ള അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് പങ്കെടുക്കാം. അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സ് റിക്രൂട്ട്മെന്റ് റാലി മെയ് 25 മുതൽ 30 വരെ വയനാട് കൽപ്പറ്റ SKMG ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നീ ജില്ലകളിലെയും മാഹി, പോണ്ടിച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും +2 യോഗ്യതയുള്ള അവിവാഹിതരായ യുവാക്കൾക്ക് പങ്കെടുക്കാമെന്നും അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. On 24th April, the pre-registration will be done for Kannur districts only. On 25th April, the pre-registration will be done for Malappuram and Kasaragod. On 26th April, pre-registration will be done for Kozhikode and Mahe, that is UT of Puducherry. And on 5th and 6th May, it will be done for the Wayanad district. Again, I am repeating this thing, except for the district of Wayanad, all the candidates of other districts have to report to 14 Airman Selection Center, Kochi, for getting their pre-registration done. Now, what is the basic purpose of pre-registration? The basic purpose of pre-registration is we have to assess whether the candidate is eligible to appear in the exam or not.
വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു, ഡെപ്യൂട്ടി കളക്ടർ എൻ ദേവിദാസ്, എ4 സർജൻ പീതാംബർ, പ്രദീപ് കുമാർ, പ്രവീൺ കുമാർ, ഇ.വി. സുഗതൻ തുടങ്ങിയവർ സംബന്ധിച്ചു. അംബിക ALP സ്കൂളിൽ 51 മുതൽ 2005 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഏപ്രിൽ 23 സംഘടിപ്പിക്കും. ഓർമ്മക്കുട്ടി എന്ന പേരിലുള്ള വിദ്യാർത്ഥി സംഗമം പി. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഉദുമ പടിഞ്ഞാർ അംബിക ALP സ്കൂളിൽ 1951 മുതൽ 2005 വരെ പഠിച്ച വിദ്യാർത്ഥികളുടെ സംഗമം ഏപ്രിൽ 23 അംബിക ALP സ്കൂളിൽ വെച്ച് നടക്കും. ഓർമ്മക്കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പി. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പ്രൊഫസർ M.A. റഹ്മാനെ ആദരിക്കും. സംഘാടക സമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അംബിക ALP സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. 1951 മുതൽ 2005 വരെ 5ാം തരം പൂർത്തിയാക്കി പഠിച്ചിറങ്ങിയ 50 ബാച്ചുകളുടെ സംഗമമാണ് നടക്കുന്നത്. ഏകദേശം 2000-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെ സംബന്ധിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ KV രമണൻ, K. ശ്രീധരൻ, രമേശ് കുമാർ കൊപ്പൽ, H. ഹരിഹരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. കുറ്റിക്കോലിൽ 110 kV സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്ന് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വൈദ്യുതി ഭവൻ സ്ഥാപിക്കാൻ നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം സംസ്ഥാന ട്രഷറർ TK ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ 50% ജനങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്നത് 4.1%. ഇതാണ് ഒരു സാമ്പത്തിക അസന്തുലിതാവസ്ഥ. വലിയ സാമ്പത്തിക അസന്തുലിതാവസ്ഥയാണ് ലോകത്താകെ നിലനിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള റിപ്പോർട്ടാണ്. 53% സമ്പത്ത് കൈയടക്കിയിരിക്കുന്ന 1%-നെതിരെയുള്ള വൻപിച്ച പോരാട്ടങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ, ഫ്രാൻസിൽ കാണാൻ കഴിയും, ഇറ്റലിയിൽ കാണാൻ കഴിയും, ജർമ്മനിയിൽ കാണാൻ കഴിയും, ഗ്രീസിൽ കാണാൻ കഴിയും, അമേരിക്കയിൽ കാണാൻ കഴിയും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാണാൻ കഴിയും. ലോകത്താകെ തന്നെ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ നടന്നുവരുന്നത്. അവിടെയെല്ലാം വികസിത രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം എടുക്കുന്ന സമീപനം മുൻകാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സങ്കുചിതമായിട്ടുള്ള ദേശീയവാദവും സങ്കുചിതമായിട്ടുള്ള ദേശീയ തീവ്രവാദവും ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ജില്ലാ പ്രസിഡന്റ് K. സഹജൻ അധ്യക്ഷനായി. സന്ദീപ് രാധാകൃഷ്ണൻ, സീതാരാമൻ, ജയപ്രകാശ്, P. രമേശ്, OV ഭാസ്കരൻ, ആഷ TP, AP പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ട്രാൻസ്മിഷൻ സർക്കിൾ ആരംഭിക്കാനും നടപടി വേണമെന്നും സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി. എരിക്കുളം വയലിൽ മണ്ണെടുപ്പ് ഉത്സവം തുടങ്ങി. മൺപാത്ര നിർമ്മാണത്തിനുള്ള മണ്ണ് ശേഖരിക്കലാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്നത്. നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ആചാരം കൂടിയാണ് മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളംകാർക്ക് ഈ മണ്ണെടുപ്പ് ഉത്സവം. ജില്ലയിലെ മൺപാത്ര നിർമ്മാണത്തിലേർപ്പെട്ടവരുടെ പ്രധാന കേന്ദ്രമാണ് എരിക്കുളം. മൺപാത്ര നിർമ്മാണത്തിനുള്ള മണ്ണ് ശേഖരിക്കൽ ഈ ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം ഉത്സവമാണ്. വർഷത്തിൽ ഒരിക്കൽ വിഷുനാളിലാണ് എരിക്കുളത്തെ മണ്ണെടുപ്പുത്സവം നടക്കുന്നത്. ഈ വർഷം ഒരു മാറ്റം വന്നു. വിഷു കഴിഞ്ഞുള്ള ദിവസമായിരുന്നു ഇവിടെ മണ്ണെടുപ്പുത്സവം. എരിക്കുളം ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഇതിൽ പങ്കെടുക്കുമ്പോൾ അത് ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി മാറുകയാണ്. ഒരു വർഷക്കാലം മൺപാത്ര നിർമ്മാണത്തിനായുള്ള മണ്ണ് ശേഖരിക്കുന്ന യജ്ഞം ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. വയലിൽ കുഴി കുഴിച്ചാൽ കിട്ടുന്നത് ചേടി, ചോര്, പൊടിച്ചോര് എന്നീയിനം മണ്ണുകളാണ്. ഈ മണ്ണ് വീടുകളിലെത്തിച്ച് പൂഴി ചേർത്ത് മൺപാത്ര നിർമ്മാണത്തിനാവശ്യത്തിനായുള്ള കളിമണ്ണാക്കി മാറ്റുന്നു. മുമ്പ് തലച്ചുമടായാണ് മുഴുവൻ മണ്ണും മൺപാത്ര നിർമ്മാണ സ്ഥലങ്ങളിൽ എത്തിച്ചതെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളും ഉപയോഗിച്ചു വരുന്നു. എരിക്കുളത്തെ 165ഓളം വീടുകളിൽ 50ഓളം വീടുകൾ മാത്രമാണ് ഇപ്പോൾ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ തന്നെ സ്ഥിരമായി മൺപാത്രം നിർമ്മിക്കുന്ന വീടുകൾ 20 മാത്രം. ബാക്കിയുള്ളവർ വിഷുക്കാലത്ത് മാത്രം മൺപാത്രം നിർമ്മിച്ചു വരുന്നു. മുമ്പേ ഇഷ്ടംപോലെ മണ്ണ് കിട്ടിയതാണ്. പക്ഷേ ഒരു കുണ്ടിൽ തന്നെ 2 തരത്തിൽ മണ്ണ് കിട്ടും. ഇപ്പോൾ 2 തരത്തിൽ മണ്ണും കിട്ടുന്നില്ല. ഇഷ്ടംപോലെ ഇല്ലുമില്ല. അതുകൊണ്ട് 10-15 ദിവസം ആകും. ഒരു കുണ്ടിൽ തന്നെ ഒരു തരം മണ്ണ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആവശ്യക്കാർ ഏറെയുള്ള സമയത്താണ് ഞങ്ങൾ ഇപ്പോൾ ഈ പണി ഏർപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഭേദമന്യേ എല്ലാവരും ഈ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ അലുമിനിയം പാത്രങ്ങളുടെ ഉണ്ടായിരുന്ന ഉപയോഗിച്ചുകൂടാന്നുള്ളൊരു
കൊണ്ട് ഭയങ്കര ആവശ്യക്കാരേറെയുള്ള സമയമാണ്. മൺപാത്രങ്ങൾ വീടുകളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൺപാത്ര നിർമ്മാണം നഷ്ടം എന്ന കണക്കുകൂട്ടലിലാണ് പലരും ഈ കുലത്തൊഴിൽ ഉപേക്ഷിച്ചത്. വിഷുക്കാലത്ത് കണിക്കലത്തിന് ആവശ്യക്കാർ ഉള്ളതുകൊണ്ട് മാത്രം ചിലർ ഈ തൊഴിൽ ഉപേക്ഷിക്കുന്നില്ല. കണിക്കലത്തിന് മാത്രം മറ്റു സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എരിക്കുളത്ത് എത്താറുണ്ട്. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും മണ്ണെടുപ്പ് എരിക്കുളം ഗ്രാമത്തിന് ഉത്സവം തന്നെയാണ്. നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെയാണ് ഈ മണ്ണെടുപ്പ് ഉത്സവം. മെയ്ദിന പരിപാടിയുടെ ഭാഗമായി CITU ജില്ലാ കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാലിക്കടവ് മൈതാനത്തായിരുന്നു ആവേശം പകർന്ന മത്സരങ്ങൾ നടന്നത്. കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഗോവിന്ദൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് കായിക രംഗത്ത് എല്ലാവരും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കായിക രംഗത്ത് വേണ്ടത്ര ഇടപെടാൻ വേണ്ടിയിട്ട് കഴിയാറില്ലെങ്കിൽ പോലും കിട്ടുന്ന സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ ഇനങ്ങളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. വിവിധ മേഖലകളിൽ വിവിധ തലങ്ങളിലുള്ള മത്സര രംഗത്ത് തീർച്ചയായിട്ടും അത് മത്സരാർത്ഥികളായിട്ട് വരാൻ സാധിക്കുന്നത് എന്നത് തന്നെയാണ്. CITU ജില്ലാ കമ്മിറ്റി മെയ്ദിനത്തിന്റെ ഭാഗമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സംഘാടക സമിതി ചെയർമാൻ N രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. TV ജയചന്ദ്രൻ, VP രാജീവൻ എന്നിവർ സംസാരിച്ചു. CITU ഏരിയ സെക്രട്ടറി KV ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഫുട്ബോൾ മത്സരങ്ങളും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജലത്തിൽ ഉപ്പിന്റെ അംശം കൂടിയതോടെ കാസർഗോഡ് നഗരത്തിൽ ജലവിതരണം നിർത്തിവെച്ചു. 1.5 ലക്ഷത്തോളം ആളുകൾ ആശങ്കയിൽ. മഴക്കാലം എത്തും വരെ സ്ഥിതി തുടരുമെന്ന് അധികൃതരുടെ അറിയിപ്പ്. ജില്ലയിൽ കഞ്ചാവ് റാക്കറ്റുകൾ പെരുകുന്നു. കാസർഗോഡ് നഗരത്തിൽ 4.5 കിലോ കഞ്ചാവുമായി 2 പേരെ പോലീസ് പിടികൂടി. ആദൂരിൽ 6 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ കൊട്ടാരക്കര സ്വദേശികളായ 2 പേർ കൂടി പോലീസ് പിടിയിൽ. കേരള കർണാടക അതിർത്തിയിൽ ബൈക്കിലെത്തിയ മുഖമൂടി സംഘം പട്ടാപ്പകൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ വെട്ടിക്കൊലപ്പെടുത്തി. മരണപ്പെട്ടത് ബായാറിനടുത്തെ കറുവപ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബന്തെടുക്ക സുമംഗലി ജ്വല്ലറിയിൽ വൻ കവർച്ച. പ്രതികൾ കവർച്ച നടത്തിയത് ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുരന്ന്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പനത്തടി പഞ്ചായത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതൻ ജിൻസ് മാത്യുവിന്റെ മരണം ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമാണെന്ന് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പിഴവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. 28 നൃത്തകലകളെ കോർത്തിണക്കി രാവണീശ്വരത്ത് മഹായാത്രയ്ക്ക് അരങ്ങൊരുങ്ങുന്നു. നാട്യരൂപങ്ങളുടെ മേളനം സംഘടിപ്പിക്കുന്നത് രാവണീശ്വരം സെൻട്രൽ യൂത്ത് ക്ലബ്ബ്. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.